നമസ്കാരം. 2025 മെയ് മാസം 10-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലവും ജ്യോതിഷപരമായ പ്രത്യേകതകളും കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മേടമാസം 27-ാം തീയതിയാണ് ശനിയാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം 20-ാം തീയതിയാണ് ശനിയാഴ്ച ദിവസം. ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:29 ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ത്രയോദശി തിഥിയാണ്. ത്രയോദശി തിഥി ശനിയാഴ്ച ദിവസം വൈകുന്നേരം 5:30 വരെ ഉണ്ടായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. പ്രിയമുള്ളവരെ, ചിത്ര നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. മെയ് മാസം 18-ാം തീയതി രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ഈ പൂജയിൽ പങ്കുചേരുക. ഒരാൾക്ക് 1000 രൂപയാണ് ദക്ഷിണയായിട്ട് വാങ്ങിക്കുന്നത്. പൂജയ്ക്ക് ശേഷം നിങ്ങളുടെ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കുരിയറായിട്ടൊക്കെ അയച്ചിരുന്നതാണ്. നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി ബാക്കി കാര്യങ്ങൾ അവിടെ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവരൊക്കെ ഇതിൽ പങ്കെടുക്കുക. മഹാദേവൻ്റെ അനുഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കണം. മഹാദേവനിൽ വിശ്വസിക്കുന്നവർ പങ്കെടുക്കണം. ഈ രാഹു കേതു ദോഷപരിഹാര പൂജ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലരും ഇതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നുണ്ട്. ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുവാൻ, അഭിവൃദ്ധി ഉണ്ടാകുവാൻ രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്യണം. 1.5 വർഷം ആണ് രാഹുവും കേതുവും ഒരു രാശിയിൽ നിൽക്കുന്നത്. 1.5 വർഷം കഴിയുമ്പോഴാണ് ഈ ഗ്രഹങ്ങൾ രാശി മാറുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്തില്ല എങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ സ്ഥായിയായി നിൽക്കണമെന്നില്ല. നിങ്ങൾക്ക് ഒരു വളർച്ച ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റേതായിട്ടുള്ള ഒരു വിഷയം. ഇപ്പോൾ മേടക്കുറുകാരെ സംബന്ധിച്ച് 11-ാം ഭാവത്തിലേക്കാണ് രാഹു കടന്നു വരുന്നത്. 11-ാം ഭാവത്തിലേക്ക് രാഹു കടന്നു വരുമ്പോൾ ലാഭമാണ് വന്നു ചേരേണ്ടത്, നേട്ടമാണ് വന്നു ചേരേണ്ടത്. പക്ഷെങ്കിൽ അത് ആ നേട്ടങ്ങളും ഒക്കെ മറ്റു പ്രശ്നങ്ങളാൽ ഇല്ലാതായി പോകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വശം. അങ്ങനെ ഓരോ കൂറുകാർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി താല്പര്യമുള്ളവരൊക്കെ രാഹു കേതു ദോഷപരിഹാര പൂജയിൽ പങ്കുചേരുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. ആദ്യമായിട്ടല്ല ഞാൻ രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്യുന്നത്. ഇതിനു മുമ്പ് തന്നെ ഈ ചാനലിൽ കൂടി ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് പേർ രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് പ്രതിസന്ധികളിലും പ്രശ്നങ്ങളും അകപ്പെട്ട് നിന്ന സമയത്താണ് രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്തത്. അവരൊക്കെ ഇന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അവരുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോൾ അവരൊക്കെ വീണ്ടും ഈ രാഹു കേതു ദോഷ നിവാരണ പൂജയിൽ പങ്കുചേരണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ജീവിത വിജയത്തിന് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടി ചെയ്യുക. ജീവിത പുരോഗതി ഉണ്ടാകും. പ്രത്യേകിച്ച് പഠനത്തിൽ പുറകോട്ടായിരിക്കുന്ന കുട്ടികളൊക്കെ ഇത് ചെയ്യണം. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി അനുഭവിക്കുന്നവരൊക്കെ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യണം. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുള്ള അല്ലെങ്കിൽ അങ്ങനെ പ്രതിസന്ധിയെ നേരിടുന്നവർ രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്യണം. തെറ്റായ ബന്ധങ്ങളിലൊക്കെ അകപ്പെട്ട് പലരും കുരുങ്ങിക്കിടക്കുന്നുണ്ട്. അവർക്ക് മോചനം ഉണ്ടാകുവാൻ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യണം. അതുപോലെ തന്നെ പ്രേമകാര്യങ്ങളിൽ അകപ്പെടുന്നവർ രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്യണം. രാഹുവാണ് ഇങ്ങനെയുള്ള പ്രേമം, അനുരാഗം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാതകർക്ക് കൊടുക്കുന്നത്. അത് പലപ്പോഴും ജീവിതത്തെ നാശത്തിലേക്ക് തള്ളിവിടും. അപ്പോൾ അങ്ങനെയുള്ള ദോഷങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടുവാൻ വേണ്ടി രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ പങ്കുചേരുക. ഇനിയും ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞു തരാം. ചിത്ര നക്ഷത്രപ്രകാരം തിരുവോണം, അവിട്ടം, മകയിരം, തിരുവാതിര, പൂയം, ആയില്യം, അത്തം എന്നീ നാളുകാർക്ക് അനുകൂലമായ ദിവസമാണ്. ചിത്ര നക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച അർദ്ധരാത്രി 12:10 അതായത് അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച 10 AM എന്ന് പറയുന്ന സമയത്താണ്. ശനിയാഴ്ച 10 സമയം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച സൂര്യോദയത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ വെള്ളിയാഴ്ച അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ് 10 ആ സമയത്താണ് ചിത്ര നക്ഷത്രം ആരംഭിക്കുന്നത്.
ചിത്ര നക്ഷത്രം അവസാനിക്കുന്നത് ഞായറാഴ്ച പുലർച്ചെ 3:17 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിത്ര നക്ഷത്ര ജാതകരാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ കന്നിക്കുറിലും അവസാനത്തെ 2 പാദങ്ങൾ തുലാക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 2 പാദ സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാത്രി 12:10 മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:10 വരെയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഈ സമയത്ത് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ തിരുവോണം, അവിട്ടം, മകരം, തിരുവാതിര, പൂയം, ആയില്യം, അത്തം എന്നീ നാളുകാരാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. പ്രതികൂലമായ അനുഭവങ്ങൾ ഈ സമയത്ത് വന്നു ചേരുന്ന നാളുകാർ പൂയം, മകം, അശ്വതി, രേവതി, ഉത്രം, പൂരാടം ഇത്രയും നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങളോ പ്രതിസന്ധികളോ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. വെള്ളിയാഴ്ച അർദ്ധരാത്രി 12:10 മുതൽ ഞായറാഴ്ച പുലർച്ചെ 3:17 വരെയുള്ള സമയമാണ് പൂയം, മകം, അശ്വതി, രേവതി, ഉത്രം, പൂരാടം എന്നീ നാളുകാരിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുക. പ്രശ്നങ്ങളിലൊക്കെ അകപ്പെടാതെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, ജീവിക്കുക. ഇനിയും ശനിയാഴ്ച ദിവസം ശുഭകാര്യം ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. ശനിയാഴ്ച ദിവസം രാവിലെ 7:37 മുതൽ 9:07 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:37 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. വീണ്ടും ഉച്ച കഴിഞ്ഞ് 3:07 മുതൽ 5:07 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 10 ഏതൊരു മാസം 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അതോടൊപ്പം തന്നെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനിയും ഈ അധ്യായത്തിൽ പറയുന്ന വിഷയം ശനിയാഴ്ച ദിവസം ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന നാളുകാർ. അതായത് ശനിയാഴ്ച ദിവസം നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ സ്വാധീനപ്രകാരം അത്തം, അവിട്ടം, പൂരാടം, അനിഴം, ഉത്രട്ടാതി, മകരം, ഭരണി, പൂയം, പൂരം, ചിത്ര ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം. ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ ജീവിത വിജയം ഉണ്ടാകും. അപ്പോൾ അനുകൂലമായ ഒരു ദിവസമാണ്. ധനം സംബന്ധിച്ചുള്ള അനുകൂലമായ ദിവസമാണ് ഈ നാളുകാർക്ക്. അത്തം, അവിട്ടം, പൂരാടം, അനിഴം, ഉത്രട്ടാതി, മകരം, ഭരണി, പൂയം, പൂരം, ചിത്ര. ഇനിയും ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ശനിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നാളുകാർ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:10 ശേഷം ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര പുണർതം മുക്കാൽ നാളുകാർക്ക്, കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല പൂയം, ആയില്യം നാളുകാർക്ക്, കന്നിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർ, മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ, തിരുവോണം ഔട്ടൻ 2 പാദം നാളുകാർ, ധനുക്കുറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം കാൽ നാളുകാർ, കുംഭക്കുറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി മുക്കാൽ നാളുകാർ. ഇത്രയും നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം. ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്ക് ലോട്ടറി ഭാഗ്യം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഈ അധ്യായത്തിൽ പറയുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം ശനിയാഴ്ച ദിവസത്തെ 27 നക്ഷത്ര ജാതകരുടെയും ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണെന്ന് ചുരുക്കമായിട്ട് പറയുന്നൊരു കാര്യമാണ് നക്ഷത്രഫലം. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം അവർക്കത്ര അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമല്ല. അന്യജനങ്ങളിൽ നിന്നുള്ള ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആപത്തനർത്ഥങ്ങളൊക്കെ രോഗങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. മാതാവുമായിട്ട് ശത്രുതയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടും ഞെരുക്കവും പ്രയാസവും ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അത്ര അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ദശാകാലത്തിന് നേട്ടമുള്ളവർക്ക് ഒരുപക്ഷെങ്കിൽ പറഞ്ഞ നക്ഷത്രഫലമൊന്നും ബാധകമല്ലായിരിക്കും. അവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ ആയിരിക്കാം ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ടുണ്ടാകുക. അപ്പോൾ അതും ബാധകമാകും. ചിലപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ നക്ഷത്രഫലമായിരിക്കും ബാധകമാകുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ധനാപൂർത്തിയൊക്കെ ഉണ്ടാകും. സുഖാനുഭവങ്ങളൊക്കെ വർദ്ധിക്കും. സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. നല്ല പ്രവൃത്തികൾ ചെയ്ത് ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന അനുകൂലമായൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. തീർച്ചയായിട്ടും നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തരക്കേടില്ലാത്ത ജീവിത സാഹചര്യമായിരിക്കും. കുടുംബം, തൊഴിൽ, ദാമ്പത്യം എന്നിവയൊക്കെ സംബന്ധിച്ചുള്ള തരക്കേടില്ലാത്ത ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക.
ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ചിലരൊക്കെ വിദേശത്ത് പോകുവാനോ അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്ക് പോകുവാനോ അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, ദാമ്പത്യ ജീവിത വിജയം, കുടുംബസുഖം, ധനപരമായ നേട്ടം, അങ്ങനെ സൗഭാഗ്യമായ അനുഭവങ്ങൾ, പെൺമക്കൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ധനം, വിദ്യ, കീർത്തി, പദവി, കലാപ്രവർത്തനം എന്നിവയിലൊക്കെ ഉയർച്ച ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. നേട്ടം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ആരെയും ഭയമില്ലാതെ ഏത് കാര്യവും തൻ്റെ അടുത്തോടുകൂടി ചെയ്യുന്നൊരു ദിവസവുമായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യക്കേടുകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. മാതാപിതാക്കൾക്ക് ദുരിതാവസ്ഥ ഉണ്ടാകും. സ്ഥാനഭ്രംശം, അന്യദേശവാസം, അങ്ങനെയുള്ള പലവിധമായ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അഹങ്കാരം അല്ലെങ്കിൽ ചിലർക്ക് ഭീരുത്വം, പിതാവിന് ദോഷം. അപ്പോൾ അങ്ങനെ ഭാഗ്യക്കേടുകൾ കൊണ്ട് ആപത്തനർത്ഥങ്ങൾ വരെ സംഭവിക്കാവുന്ന ദിവസമാണ്. സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമല്ല. എങ്കിലും തിരക്കേടില്ലാതെ കഴിഞ്ഞു പോകാൻ പറ്റും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ. ശനി എന്ന് പറയുന്ന ഗ്രഹത്തെ ശനീശ്വരനായിട്ട് കാണുന്നവർക്ക് ശനി ദോഷം ചെയ്യാതെ ഭാഗ്യാനുഭവങ്ങളൊക്കെ കൊടുക്കും. ചിലപ്പോൾ ഭാഗ്യക്കേടുകളായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ശനി ഭാഗ്യം കൊണ്ട് കൊടുത്താൽ വാരിക്കോരി കൊടുക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ശനി കർക്കിടകക്കൂറുകാർക്ക് സമൃദ്ധിയെ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്തരം, കാൽ നാളുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി നിൽക്കുന്നത്. കളത്രപുത്രാദികൾ എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മക്കൾക്കോ എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ രോഗം മൂലമുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി മാരകത്തിൻ്റെ അധിപനാണ് എന്ന് പറഞ്ഞാൽ മരണത്തെ കൊടുക്കുന്ന ഗ്രഹമാണെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സൂക്ഷിക്കുക. ബുദ്ധിപരമായിട്ടുള്ള പരാജയം, ആരോഗ്യ പ്രശ്നങ്ങൾ, ബന്ധുക്കളുടെ ശത്രുത അല്ലെങ്കിൽ ബന്ധുക്കൾ മുഖേനയുള്ള ദോഷം, ധനസ്ഥിതി മോശം, നേത്രരോഗം, വിദേശവാസം, അങ്ങനെ പലവിധമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ തരക്കേടില്ലാതെ പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, 2 പാദം നാളുകാരെ സംബന്ധിച്ച് കളത്രപുത്രാദികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ദൂരദേശ യാത്ര, അല്ലെങ്കിൽ വീട് വിട്ട് മാറി താമസിക്കുക, സ്ഥാനഭ്രംശം, സഞ്ചാരം, രോഗം, അങ്ങനെ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ, അങ്ങനെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ ഈ കന്നിക്കൂറുകാർക്ക് 7 നിൽക്കുന്ന ശനി കൊടുക്കും. എന്ന് പറഞ്ഞാൽ ദാമ്പത്യത്തിലാണ് 7-ാം ഭാവത്തിൽ പാപഗ്രഹം നിന്നാൽ വിവാഹം പോലും നടക്കാൻ താമസിക്കുമെന്നാണ്, വിവാഹം നടക്കാൻ താമസിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിവാഹം പോലും നടന്നാലും തൃപ്തികരമാകണമെന്നില്ല എന്നുള്ളതൊക്കെ ജ്യോതിഷത്തിൽ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട്. 7-ൽ പാപഗ്രഹമായ ശനി നിന്നാൽ. ഇപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനിയാണ്. 7-ലെ ശനി കണ്ടകശനിയായിട്ടാണ് ദോഷം ചെയ്തത്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് മക്കളെയും ബാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒക്കെ ചിന്തിക്കുമ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല. എന്നാൽ ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യാത്ത ഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും സൗഭാഗ്യം തന്നെ വന്നു ചേരുമെന്നുള്ളതും പ്രത്യേകതയായിട്ട് ജ്യോതിഷം പറയുന്നുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. ജനിച്ച സമയത്ത് ദോഷം ചെയ്യാത്തൊരു ഗ്രഹമാണെങ്കിൽ, ഇപ്പം ഒരു ശുഭഗ്രഹമാണെങ്കിൽ നല്ല സ്ഥാനത്ത് നിൽക്കണം, പാപഗ്രഹമാണെങ്കിൽ അതിൻ്റേതായ സ്ഥാനത്ത് നിൽക്കണം. അങ്ങനെ ഗ്രഹനിലയുള്ളവർക്കൊക്കെ ശനി കണ്ടകശനിയായിട്ട് ദോഷം ചെയ്യത്തില്ല. ജനിച്ച സമയത്ത് ദോഷം ചെയ്യുന്നൊരു ഭാവത്തിലാണ് ഈ ശനിയൊക്കെ നിൽക്കുന്നതെങ്കിൽ അവർക്കായിരിക്കും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. ഈ കഴിഞ്ഞ മാർച്ചിന് മുമ്പ് ശനി കുംഭൻ രാശിയിൽ കൂടി പോയപ്പോൾ വൃശ്ചികക്കൂറിൽപ്പെട്ട ഒരുപാട് പേര് വീട് വിറ്റവരുണ്ട്, പിന്നെ കടം കയറി നശിച്ചവരുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിപ്പോയവരുണ്ട്, ഡിവോഴ്സ് ആയവരുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി അവരെയൊക്കെ കണ്ടകശനി ശരിക്കും ബാധിച്ച് അവരുടെ ജീവിതമൊക്കെ തകർന്നു പോയിട്ടുണ്ട്. കേസുകളിലും പ്രശ്നങ്ങളിലും ഒക്കെ ആവപ്പെട്ട് ഒരുപാട് പേര് പോയിട്ടുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും അനുഭവിക്കാതെ ജീവിച്ചവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യാത്ത ഗ്രഹമാണെങ്കിൽ നോ പ്രോബ്ലം, അല്ലാത്തവർക്കൊക്കെ പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളതാണ് എൻ്റെ നേട്ടം.
നല്ല ആരോഗ്യമുള്ളൊരു ദിവസമായിരിക്കും. വാദപ്രതിവാദങ്ങളിലൊക്കെ ജയിക്കും. ശത്രുക്കളെ ജയിക്കുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് കാര്യവിജയം ഉണ്ടാകും. ശത്രുഭീതി ഉണ്ടായാലും ശത്രുവിനെ ജയിക്കുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ പിന്നെ ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ചിലപ്പോൾ ചിലരിൽ ഉണ്ടാകാം. എങ്കിലും കൂടുതൽ ആൾക്കാർക്കും നല്ല ആരോഗ്യമുള്ളൊരു ദിവസമായിട്ടാണ് ശനി അനുഗ്രഹിക്കുക. അതുപോലെ തന്നെ ശത്രുത ഉണ്ടായി വാദപ്രതിവാദം ഉണ്ടായാലും ജയിക്കാനുള്ളൊരു സാഹചര്യം ശനി കൊടുക്കും. പിന്നെ കൃഷികാര്യങ്ങൾ കൊണ്ടുള്ള നേട്ടം ഉണ്ടാകും. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. രോഗം, ശത്രുത, കടബാധകളുള്ള പ്രശ്നങ്ങളൊന്നും ഇവരെ തളർത്തിക്കളയാതെ ശനി ഇവരെ മുമ്പോട്ട് കൊണ്ടുപോകും. അങ്ങനെ വലിയ ദോഷം വന്നു ചേരാത്തൊരു ദിവസമായിരിക്കും തുലാക്കൂറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം. എന്ന് പറഞ്ഞാൽ ശനി തുലാക്കൂറുകാർക്ക് ദോഷമൊന്നും ചെയ്യാത്ത വിധത്തിലാണ് നിൽക്കുക. അതുകൊണ്ടാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത്. എന്നാൽ ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യുന്ന തുലാക്കൂറുകാരാണെങ്കിൽ കടബാധകളാലും പ്രശ്നങ്ങളാലും ഒക്കെ ജീവിതം ഭാരപ്പെടാൻ സാധ്യതയുണ്ട്. ശത്രുതകളാലും അല്ലെങ്കിൽ ബന്ധുക്കൾ മുഖേനയുള്ള ഒരു കാര്യവും നടക്കാതെയും അല്ലെങ്കിൽ ആരും സഹായത്തിനില്ലാതെ വരികയോ അവസ്ഥ ഉണ്ടാകും. നേരെ മറിച്ച് ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യാത്ത ഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെയാണ് ശനി കൊടുക്കുക എന്നുള്ളതും ജ്യോതിഷം പറയുന്നു. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും അറിഞ്ഞറിഞ്ഞ് അവരുടെ ഗ്രഹനിലയൊക്കെ നോക്കി പരിശോധിച്ചൊക്കെ ഇതിനുള്ള പോംവഴികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. അല്ലാത്ത പക്ഷം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. കുറേയേറെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാണ് പലരും ഗ്രഹനിലയൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ തന്നെ നല്ലൊരു തുക ലക്ഷങ്ങൾ അങ്ങ് പോകും. അപ്പോൾ അതൊക്കെ പോകാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ മുന്നേ കൂട്ടി മനസ്സിലാക്കിയൊക്കെ ജീവിക്കുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാർക്ക് ബുദ്ധിഭ്രമം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സമയമാണിപ്പോൾ ഉള്ളത്. അപ്പോൾ ജോലിയിലൊക്കെ അധപ്പതനം ഉണ്ടാകാം. 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ 6-ാം ഭാവത്തിൽ 10-ാം ഭാവത്തിൻ്റെ അധിപൻ അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും ശനി ദോഷം ചെയ്യുന്ന ഒരു ജാതകനോ ജാതകിയാണെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള പരാജയം ഉണ്ടാകും. തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ കൃത്യമായിട്ടും നിൽക്കുന്ന സ്ഥാനത്ത് നല്ല സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ചന്ദ്രനും നല്ല സ്ഥാനത്തുകൂടി നിൽക്കുമ്പോൾ ഒരു മത്സര പരീക്ഷ എഴുതുന്ന ഒരു ജാതകയോ ജാതകനോ ആണെങ്കിൽ ഈ ശനി 5-ൽ നിൽക്കുന്നത് കൊണ്ട് ആ പരീക്ഷയിൽ വിജയം നേടണമെന്നില്ല. അതാണ് ഒരു വിഷയം. അങ്ങനെയാണ് ജ്യോതിഷം അതിനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള പ്രതിസന്ധികളും പ്രശ്നം, തൊഴിൽപരമായിട്ടുള്ള അധപ്പതനം ഉണ്ടാകും. പിന്നെ പുത്രനാശമോ ബുദ്ധിപരമായിട്ടുള്ള ബുദ്ധിഭ്രമമോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും എന്നുള്ളതും ജ്യോതിഷം പറയുന്നുണ്ട്. പുത്രദുഃഖമൊക്കെ വന്നു ചേരുമെന്നും പറയുന്നു. അങ്ങനെ സന്താന ദുഃഖം, ധനം, ഐശ്വര്യം, ഈശ്വരവിശ്വാസം എന്നിവയിൽ ഏറ്റക്കുറച്ചിലുകൾ, ഭാര്യാക്ലേശം അല്ലെങ്കിൽ ഭർത്തൃക്ലേശം, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ബന്ധുജനങ്ങളുമായിട്ടുള്ള അകൽച്ച, അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ 5-ൽ നിൽക്കുന്ന ശനി ജാതകർക്ക് കൊടുക്കുന്നു. കഴിഞ്ഞ മാർച്ചിന് മുമ്പ് ശനി തുലാം രാശിയിൽ കൂടി പോയപ്പോൾ തുലാക്കൂറിൽപ്പെട്ട ഒരുപാട് പേർ ഇതൊക്കെ അനുഭവിച്ചതാണ്. അവർക്ക് വേണ്ടിയൊക്കെ പൂജ ചെയ്ത് അവരെയൊക്കെ അതിൽ നിന്ന് രക്ഷിച്ചതാണ്. ആ അനുഭവം എനിക്കുള്ളതുകൊണ്ടാണ് ഞാനിത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ധനുക്കൂറുകാരെ സംബന്ധിച്ച് 4-ലാണ് ശനി. കണ്ടകശനിയാണ്. കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ബന്ധുനാശം, കൂടുതൽ അധ്വാനിക്കും, നേട്ടമൊന്നും ഉണ്ടാകത്തില്ല. നേട്ടം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് കൂടുതൽ കഠിനാധ്വാനം ചെയ്യും, നേട്ടം ഉണ്ടാകണമെന്നില്ല. കണ്ടകശനിയാണ്. മാതാപിതാക്കൾക്ക് ദോഷമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിതൃസ്വത്വമൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. വിദേശത്ത് വാസം ചെയ്യും. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അലഞ്ഞ് നടക്കും. നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല. വിദ്യാഗുണം ഉണ്ടാകണമെന്നില്ല. കണ്ടകശനി കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ പോലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതുപോലെ ഈ ധനുക്കൂറുകാരുടെ അഷ്ടമത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ശനിയുടെ അഷ്ടമത്തിൽ കൂടി പോകുന്ന സമയമാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:10 ശേഷം. അതുകൊണ്ട് 12:10 കഴിഞ്ഞാൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:10 കഴിയുമ്പോൾ ഈ നാളുകാർ വളരെ സൂക്ഷിക്കുകയും ചെയ്യണം എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ധനധാന്യ സമ്പത്തുകളും ഉന്നത സ്ഥാനപ്രാപ്തിയും ഉത്സാഹവും സഹോദര ഗുണവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. ജനിച്ച സമയത്ത് ശനി അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും മകരക്കൂറുകാരെ സംബന്ധിച്ച് 2.5 വർഷക്കാലം വലിയ നേട്ടം തന്നെ വന്നു ചേരും. പക്ഷെങ്കിൽ വ്യാഴം ഇനിയിപ്പോൾ അവർക്ക് 6-ാം ഭാവത്തിലേക്കാണ് കടന്നു പോകുന്നത്.
വ്യാഴം 6-ാം ഭാവത്തിലേക്ക് കടന്നു പോകുന്നത് കൊണ്ട് അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല. ശനിയും വ്യാഴവും മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നവരാണെങ്കിൽ മകരക്കുറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് എന്നുള്ളത്. അതല്ലെങ്കിൽ ജനിച്ച സമയത്ത് ശനിയും വ്യാഴവും ദോഷം ചെയ്യാത്തവരാണെങ്കിൽ തരക്കേടില്ലാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും. അല്ലാത്ത പക്ഷം ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മകരക്കുറുകാർക്ക് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ടുണ്ടാകും. ശനി തന്നാലും വ്യാഴം അതൊക്കെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കും. രോഗത്താലോ കടബാധകളാലോ ശത്രുതകളാലോ ഒക്കെ ധനനഷ്ടത്തിന് സാധ്യത വരും. അപ്പോൾ അങ്ങനെ ഒരു 6 മാസമൊക്കെ നരകിച്ച് ജീവിച്ചാൽ പിന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ വ്യാഴം അനുകൂലമായ ഫലത്തെ കൊടുക്കും. അങ്ങനെയും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും മെയ് 14 വ്യാഴം മാറുമ്പോൾ വ്യാഴം ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മകരക്കുറുകാർക്ക് കൊടുക്കും. മകരക്കുറുകാർ ജനിച്ച സമയത്ത് വ്യാഴം അനുകൂലമായിട്ടുള്ള ഗ്രഹമാണെങ്കിൽ ദോഷമൊന്നും ചെയ്യാതെ പോകും. വലിയ നേട്ടമൊന്നും തന്നില്ലെങ്കിലും ദോഷം ചെയ്യത്തില്ല. ഇനി മറിച്ച് ദോഷം ചെയ്യുന്ന ഗ്രഹമാണെങ്കിൽ ആദ്യത്തെ 6 മാസത്തിന് ശരിക്കും ദോഷമായിരിക്കും. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ധനവരവിൽ കുറവ് വരും, ചിലവ് കൂടും, അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ സമയത്ത് ശനി അനുകൂലമാണെങ്കിൽ, ശനി എന്ന് പറയുന്ന ഗ്രഹം അനുകൂലമാണെങ്കിൽ വലിയ തരക്കേടില്ലാതെ ജീവിച്ചു പോകാം. ശനിയും കൂടെ മോശമാണെങ്കിൽ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ മുന്നമേ പറഞ്ഞു തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ആൾക്കാരിതൊക്കെ നോക്കി മനസ്സിലാക്കി ജീവിക്കണം. ഗ്രഹനിലയൊക്കെ നോക്കണം. കയ്യിൽ ചാർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് തുറന്ന് നോക്കി വായിച്ചൊക്കെ നോക്കണം. എവിടെയാണ് ശനി നിൽക്കുന്നതൊക്കെ മനസ്സിലാക്കി ഞാനിപ്പോൾ എല്ലാം പറഞ്ഞു തരുന്നുണ്ടല്ലോ, നിങ്ങൾക്കതുപോലെയൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കി ജീവിക്കുക. അപ്പോൾ എന്തായാലും ഈ ശനിയാഴ്ച ദിവസം മകരക്കുറുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. നല്ല ഭാര്യ, നല്ല ഭർത്താവ്, കുടുംബസുഖം, ധനപരമായ നേട്ടം, സുഖാനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് മകരക്കുറുകാർ മനസ്സിലാക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകൾക്ക് ധനനഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മനോദുഃഖം, നേത്രരോഗം എന്നിവയൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ, സഹോദരങ്ങളൊക്കെ ശത്രുക്കളായി മാറുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. ബന്ധുക്കളോട് മോശമായി പെരുമാറും, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ നമ്മൾ ഇടപെടുന്നവരോടൊക്കെ മോശമായി പെരുമാറുവാൻ സാധ്യതയുണ്ട്. ധനനഷ്ടം ഉണ്ടാകും, ധനനേട്ടം ഉണ്ടാകുകയില്ല. അപ്പോൾ ധനനേട്ടത്തിനായിട്ട് എന്ത് കൃത്യവും ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. എന്നാൽ ജ്യോതിഷം ഇങ്ങനെയും പറയുന്നു, ശനി മീനൻ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് കുംഭക്കുറുകാർക്ക് വലിയ പ്രശ്നത്തെ നേരിടേണ്ടി വരത്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വ്യാഴം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ടും ശനിയുടേതായിട്ടുള്ള വലിയ ദോഷങ്ങളൊന്നും കുംഭക്കുറുകാർക്ക് വന്നു ചേരത്തില്ല എന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അത് വ്യാഴം, ശനി നിൽക്കുന്ന രാശിയുടെ അധിപനായ വ്യാഴം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നതുകൊണ്ടാണ്. വ്യാഴം ഇപ്പോൾ 4-ൽ നിൽക്കുന്നു, ഇനി മാറിയാലും 5-ലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് കുംഭക്കുറുകാരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ജനിച്ച സമയത്ത് ശനിയും വ്യാഴവും ദോഷം ചെയ്യുന്ന ജാതകരാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് മോശമായ സ്വഭാവമൊക്കെ, നീച സ്വഭാവമൊക്കെ അവരിൽ വന്നു ചേരും. മനോദുഃഖമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അന്യജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അലസത ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാമചിന്തകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തെറ്റായ ചിന്തകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഇപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ വ്യാഴം 3-ൽ നിൽക്കുന്നു, ശനി ജന്മത്തിൽ നിൽക്കുന്നു. അപ്പോൾ മോശമായ അനുഭവങ്ങളൊക്കെയാണ് ഉണ്ടാകുക. ഇനിയിപ്പോൾ വ്യാഴം അവർക്ക് 4-ലേക്ക് മാറുമ്പോൾ ശനിയുടേതായ ദോഷങ്ങളൊന്നും അവർക്ക് വന്നു ചേരത്തില്ല. ജനിച്ച സമയത്ത് ശനി അതുപോലെ ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ടുള്ളവർക്ക് മാത്രമേ അങ്ങനെ വലിയ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുകയുള്ളൂ. അല്ലാത്ത പക്ഷം നല്ല അനുഭവങ്ങൾ തന്നെ മെയ് 14-ന് ശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ശനിയാഴ്ച ദിവസം തെറ്റായ ചിന്തകളും പ്രവണതകളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക, അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക, നല്ലവരായിട്ട് ജീവിക്കുക. കുടുംബസുഖം കുറവായിരിക്കും, ധനത്തിന് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകും, തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമെങ്കിൽ അതൊക്കെ ഇനിയിപ്പോൾ മാറാൻ പോവുകയാണ്. സന്തോഷത്തോടുകൂടി ജീവിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തന്നത്. എല്ലാവരും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർമെൻറ്റ് ഓഫ് നോളജ്.